മണിപ്പൂർ വീണ്ടും അശാന്തമായി കത്തുകയാണ്. ജീവനും സ്വത്വത്തിനും വേണ്ടി സ്ത്രീകളടക്കം തെരുവിലിറങ്ങിയിരിക്കുന്നു. സംസ്ഥാനമെമ്പാടും അക്രമങ്ങൾ, കലാപങ്ങൾ. അടിയന്തര പ്രമേയങ്ങളില്ല, സഭകൂടലില്ല, നീതി നിഷേധിക്കപ്പെട്ട, തെരുവിൽ വിവസ്ത്രരാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി മുതലക്കണ്ണീർ പോലുമില്ല. ഒരു നാട് വർഷങ്ങളായി എരിതിയിൽ എരിയുമ്പോഴും നിശബ്ദതയും അവഗണനയുമല്ലാതെ നീതിക്ക് വേണ്ടിയുള്ള ഒരു മുറവിളികളുമില്ല. മെയ് 2023 മുതൽ മണിപ്പൂർ രക്തരൂക്ഷിതമായ കലാപത്തിലാണ്. അന്ന് മുതൽ ആ പ്രദേശം അശാന്തിയിലാണ് കഴിഞ്ഞു വരുന്നത്. ഇന്ന് വരെ മണിപ്പൂരിൽ ജനങ്ങൾ തെരുവിലിറങ്ങി രക്തം ചീന്തുമ്പോൾ ഭരണകൂടം അവർക്കെതിരെ എന്നും നിസ്സംഗതയാണ് കാണിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ പൗരന്മാരാണോ അവരെന്ന് തോന്നും പോലെയുള്ള അവഗണന. മണിപ്പൂരിലെ പ്രമുഖരും സാധാരണക്കാരുമടക്കം അവിടുത്തെ ശാന്തിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോഴും തുടർന്ന ക്രൂരമായ അവഗണന. ആ അശാന്തിയുടെ വംശീയ പോരിന്റെ നിലം ഇപ്പോഴും ചോര പൊടിക്കുന്നു. പ്രകടനങ്ങളായി തുടങ്ങുന്ന പ്രതിരോധങ്ങൾ അവിടെ കൂടുതൽ കലാപപൂരിതമാക്കുന്നു. അപ്പോഴും തുടരുകയാണ് ആ ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെയും മോദിജിയുടെയും അവഗണന. 3 വർഷമായി സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളുമടക്കം ഇങ്ങനെ ദുരിതത്തിലാഴ്ന്നിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വാസസ്ഥലവും പ്രിയപ്പെട്ടവരെയും നഷ്ടമായി. എല്ലാവരും മനഃപൂർവ്വം മറന്നു കളയുന്ന മണിപ്പൂരിന്റെ ഇന്നത്തെ പ്രശ്നം എല്ലാവരുടെയും ശ്രദ്ധ ലഭിക്കാൻ മാത്രം പ്രധാനപ്പെട്ടതാണ്. വീടിന്റെ സുരക്ഷിതത്വത്തിൽ പട്ടാളക്കാരനായ പിതാവ് രാജ്യം കാക്കുമ്പോൾ വന്നു വീണ ബോംബ് ഹൃദയം തെറിപ്പിച്ചത് ഒന്നും അറിയാത്ത 2 സഹോദരങ്ങളുടെ ആയിരുന്നു. ലോകത്തിന്റെ നന്മതിന്മകളെ കുറിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുടെ. പക്ഷെ ഇതുവരെ അതിനെക്കുറിച്ചോ അക്രമകാരികളെ കുറിച്ചോ ഒന്നും കണ്ടെത്താൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടുമുണ്ടായില്ല. മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് വേണ്ടി, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് അമ്മമാരാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തെരുവിലേക്ക് ഇറങ്ങിയത്. അവർക്ക് വേണ്ടത് പെട്ടെന്നൊരു ദിവസം അങ്ങ് ശ്വാസം നിലച്ചുപോയ കുഞ്ഞുങ്ങളുടെയും ഹൃദയം മരവിച്ചു പോയ അവരുടെ അമ്മയുടെയും നീതിയായിരുന്നു. സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള വുമൺ ടോർച്ച് ബിയേഴ്സ്, അതായത് സ്ത്രീകളുടെ ദീപശിഖകൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രകടനക്കാരുമായി അവർ ഈ മരണങ്ങളുടെ അക്കൗണ്ടബിലിറ്റി തേടി തെളിച്ച ടോർച്ച് ലൈറ്റുകളും പന്തങ്ങളുമായി പ്രതിഷേധിച്ചു. ഒരു നാട് മുഴുവൻ ആ സമരത്തിൽ ഇങ്ങനെ ഒന്നിച്ചതിനെ തുടർന്ന് ആ പ്രശ്നം കൂടുതൽ തീവ്രമായി. സെക്യൂരിറ്റി ഫോഴ്സ് ടിയർ ഗ്യാസുകളും ഷെല്ലുകളും ലാത്തി ചാർജുകളും ഉപയോഗിച്ച് അവരെ തെരുവിൽ നേരിട്ടു. എന്തിന്? ഇൻഫലിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ വരെ പോലീസിന്റെ ടിയർ ഗ്യാസ് ഉപയോഗിച്ചു എന്ന പരാമർശങ്ങൾ ഉണ്ടായി. തെരുവിൽ കലാപം അവസാനിക്കുന്നില്ല. അത് കൂടുതൽ ശക്തമായി ആളുകളെ ദുരിതത്തിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ പുതിയ കനലും അതിനെ കാട്ടുതീയാക്കി കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 2023 മുതൽ മെയ്തി വംശജക്കാർക്ക് ആധിപത്യമുള്ള ജൽമോൾ, ബിഷ്ണുപൂർ, അതേപോലെ കുങ്കിസോ വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള ചുരാചന്ദ്രപൂർ പ്രദേശങ്ങളിൽ ബഫർ സോണായി ഇന്നും തുടരുകയാണ്. ഇതുവരെയും ആ ഇടങ്ങളിൽ സമാധാനം എന്തെന്ന് ഇവരാരും അറിഞ്ഞിട്ടുണ്ടാകില്ല. കുങ്കിസോകളും മെയ്തി വംശജരും തമ്മിലുള്ള പോര് ആരംഭിച്ചതിന് ശേഷം 250-ലധികം ആളുകളാണ് ഈ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു, മനുഷ്യാവകാശങ്ങൾ വ്യാപകമായി നിഷേധിക്കപ്പെട്ടു. ഗോത്രസത്തം എന്തു തന്നെയായാലും മരിച്ചു വീഴുന്നത് നമ്മുടെ ജനങ്ങളാണ്, നാടിന്റെ ഐക്യമാണ്. മണിപ്പൂരിലെ കലാപത്തിൽ ശബ്ദമിടറിയ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, ദുരന്തർ സിനിമയുടെ വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവരെ, മണിപ്പൂർ കത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത്? ഞങ്ങൾ 3 വർഷമായി നരകിക്കുകയല്ലേ? ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദരായി തന്നെ ഇരിക്കുന്നത്? ഭരണകൂടം ഈ പ്രശ്നം ഇനിയും അവഗണിക്കുകയാണെങ്കിൽ മണിപ്പൂരിലെ ആക്ടിവിസ്റ്റ് ലിസി പ്രിയ കംജുകം പറഞ്ഞതുപോലെ നിങ്ങൾ അപമാനിച്ചതും നിശബ്ദത കാട്ടിയതും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നിങ്ങളുടെ നയവും ഒന്നും മണിപ്പൂരിലെ സ്ത്രീകൾ ഒരിക്കലും മറക്കില്ല. മണിപ്പൂർ മറക്കില്ല.